സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടു. 233 പേജുകളാണ് പുറത്തുവിട്ടത്. സിനിമാ സെറ്റുകളിൽ സ്ത്രീകൾ കടുത്ത വിവേചനം നേരിടുന്നുവെന്ന് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. സിനിമയിൽ അവസരത്തിനായി കിടക്ക പങ്കിടാൻ ആവശ്യപ്പെടുന്നതായും സിനിമാ മേഖലയിലെ വളരെ പ്രശസ്തരായ ആളുകളിൽ നിന്ന് പോലും ലൈംഗിക ചൂഷണം നേരിടേണ്ടി വരുന്നുവെന്ന് പല വനിതകളും മൊഴി നൽകിയതായും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട്. സ്വകാര്യതയെ ബാധിക്കുന്ന വിവരങ്ങളും ആളുകളെ തിരിച്ചറിയുന്ന വിവരങ്ങളും പുറത്തുവിട്ടില്ല. അതേസമയം നടി രഞ്ജിനി ഹൈക്കോടതിയിൽ നൽകിയ ഹർജി ഈ മാസം 27-ന് പരിഗണിക്കാൻ മാറ്റി. വി അരുണിന്റെ റിപ്പോർട്ടിലേക്ക്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തെ തുടർന്നാണ് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് കേരളം ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. WCC എന്ന മലയാള സിനിമയിലെ വനിതാ സംഘടന പരാതിയുമായി മുഖ്യമന്ത്രിയെ സമീപിച്ചു. തുടർന്ന് 2017 സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹാരമാർഗ്ഗം നിർദ്ദേശിക്കാനും ജസ്റ്റിസ് ഹേമ കമ്മീഷനെ പിണറായി സർക്കാർ ചുമതലപ്പെടുത്തിയത്. 2019 കമ്മിറ്റി റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ടാണ് 5 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വെളിച്ചം കാണുന്നത്. നിരവധി നിയമ പോരാട്ടങ്ങൾ, നിയമ തടസ്സങ്ങളൊക്കെ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് പിന്നിൽ ഉണ്ടായിരുന്നു. ഒടുവിൽ കോടതി ഇടപെടുകയും വിവരാവകാശ കമ്മീഷൻ ഒരു ഉത്തരവിലൂടെ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അതിനെതിരെയും കോടതി ആളുകൾ സമീപിച്ചു. അതിനെ തുടർന്ന് ഇന്നാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്കാണ് റിപ്പോർട്ട് ഇന്ന് സാംസ്കാരിക വകുപ്പ് കൈമാറിയത്. 66ഓളം പേജുകൾ ഒഴിവാക്കിയുള്ള റിപ്പോർട്ട്, അതായത് വ്യക്തികളുടെ പേരുകൾ പരാമർശിക്കുന്ന സ്വകാര്യത ഹനിക്കുന്ന എന്ന് പറഞ്ഞുകൊണ്ട് പല നിർണായകമായ പേരുകളും തെളിവുകളും ഒഴിവാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് ഇന്ന് പുറത്തുവിട്ടത്. അതുപോലും കേരളത്തെ ഞെട്ടിപ്പിക്കുന്നതാണ്, അതുപോലും കേരളത്തെ ലജ്ജിപ്പിക്കുന്നതാണ്. മലയാള സിനിമാ മേഖലയെ, സിനിമയിലെ നക്ഷത്രങ്ങളെ ആരാധിക്കുന്ന മലയാളികൾ ഒരുപക്ഷെ ഇനി അത്ര അധികം ആരാധനയോടെ അവരെ കാണുമോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായുള്ളത്. സിനിമാ മേഖലയിലേക്ക് കാലെടുത്തു വയ്ക്കാൻ ആഗ്രഹിക്കുന്ന, സിനിമാ മേഖലയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി ആദ്യത്തെ കോൾ മുതൽ നേരിടേണ്ടി വരുന്ന, ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ അവരെ അഭിനയിക്കാൻ ക്ഷണിക്കുമ്പോൾ മുതൽ നേരിടേണ്ടി വരുന്ന ദുരനുഭവങ്ങൾ, ലൈംഗിക ആവശ്യങ്ങൾ ഓരോന്നും എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ഈ ഹേമ കമ്മീഷൻ സർക്കാരിന് നൽകിയത്. അത്രയധികം ദുരനുഭവങ്ങൾ മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് നേരിടേണ്ടി വരുന്നു. കാസ്റ്റിംഗ് കൗച്ച് എന്ന യാഥാർത്ഥ്യം തുറന്നു കാട്ടുന്നു ഈ റിപ്പോർട്ട്. സിനിമാ മേഖലയിലേക്ക് ഒരു പെൺകുട്ടിയെ ക്ഷണിക്കുമ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർമാർ മുതൽ പിന്നീട് മുതിർന്ന നിർമ്മാതാക്കളും സംവിധായകരും ഏറ്റവും ആരാധിക്കപ്പെടുന്ന താരങ്ങൾ ഉൾപ്പെടെയുള്ളവരും വളരെ അപമര്യാദയോടുകൂടി, ലൈംഗിക ലക്ഷ്യത്തോടുകൂടി, ലൈംഗിക താല്പര്യത്തോടുകൂടി പെൺകുട്ടികളെ സമീപിക്കുന്നു. സിനിമാ മേഖലയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ എല്ലാ ഇംഗിതങ്ങൾക്കും ആവശ്യങ്ങൾക്കും വഴങ്ങിക്കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് സിനിമാ മേഖലയിലെ സ്ത്രീകൾ, അത് സാങ്കേതിക വിദഗ്ധരാകട്ടെ അല്ലെങ്കിൽ അഭിനയ രംഗത്തേക്ക് വരുന്നവരാകട്ടെ, അവർ മാറുന്നു. സിനിമാ മേഖലയിൽ വളരെ ഉയർച്ചയിലേക്ക് പോയ നടിമാർ പോലും എല്ലാത്തിനും തയ്യാറായതുകൊണ്ടാണ്, വഴങ്ങിയതുകൊണ്ടാണ് അത്തരത്തിലേക്ക് എത്തിയത് എന്ന പൊതുധാരണ സിനിമാ മേഖലയിൽ ഉണ്ടാകുന്നു. ഒരു സ്ത്രീ സിനിമാ മേഖലയിൽ കടന്നു വരുന്നത് തന്നെ എല്ലാത്തിനും തയ്യാറെടുത്തുകൊണ്ടാണ് എന്ന ധാരണ സിനിമാ മേഖലയിലെ പുരുഷന്മാർ അത്തരമൊരു മിഥ്യാബോധം വച്ചുപുലർത്തുന്നു എന്ന ഗുരുതരമായ കുറ്റപ്പെടുത്തൽ ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായുണ്ട്. എല്ലാ പ്രതീക്ഷകളോടും കൂടി സിനിമാ മേഖലയിലേക്ക് വരുന്നവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന അവർക്കുണ്ടാകുന്ന ദുരനുഭവങ്ങളാണ് റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത്. മലയാള സിനിമാ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ലൈംഗികമായ അതിക്രമങ്ങളാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് സിനിമാ മേഖലയിൽ കാസ്റ്റിംഗ് കൗച്ച് എന്ന യാഥാർത്ഥ്യമുണ്ട്. അത് അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ഒറ്റയ്ക്ക് ഹോട്ടൽ മുറിയിൽ കഴിയാൻ സ്ത്രീകൾക്ക് ഭയമാണ് എന്ന് നടിമാർ മൊഴി നൽകുന്നു. പല രാത്രികളിലും സിനിമയിലെ തന്നെ പുരുഷന്മാർ നിരന്തരം വാതിലിൽ ശക്തിയായി മുട്ടി വിളിക്കാറുണ്ട്, ഇടിക്കാറുണ്ട്. വാതിൽ തകർത്തവർ അകത്തേക്ക് വരുമോ എന്ന് ഭയന്ന് രാത്രി മുഴുവൻ ആശങ്കയോടുകൂടി റൂമിൽ കഴിച്ചുകൂട്ടേണ്ടി വരുന്ന സ്ത്രീകളുടെ ദുരവസ്ഥ ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. അതിനാൽ പലപ്പോഴും മാതാപിതാക്കൾക്കൊപ്പമാണ് മിക്കവരും ഷൂട്ടിങ്ങിനെത്തുന്നത്. പല നടിമാരും നൽകിയ മൊഴി അനുസരിച്ച് IPC പോസ്റ്റ് നിയമങ്ങൾ അനുസരിച്ച് കേസെടുക്കേണ്ട പല സംഭവങ്ങളും പരാതി പോലും കൊടുക്കാതെ അവർ ഒതുക്കി തീർക്കുന്നു, അല്ലെങ്കിൽ അവർ മനസ്സിൽ കൊണ്ട് നടക്കുന്നു. കാരണം പരാതി നൽകിയാൽ സിനിമയിൽ നിന്ന് വാഷ് ഔട്ട് ചെയ്യപ്പെടുമെന്ന ഭീതിയാണ് നടിമാർക്കുള്ളത്. പലർക്കും കേസിന് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഭയന്നവർ കേസിന് പോകാതെ എല്ലാം സഹിക്കുന്നു, നിശബ്ദരായി അനുഭവിക്കുന്നു സിനിമാ മേഖലയിലെ നടിമാർ. പ്രശസ്തർക്കെതിരെ കേസിന് പോയാൽ അതിക്രൂരമായ സൈബർ ആക്രമണം ഈ നടിമാർ നേരിടേണ്ടി വരുന്നു.
കോടതിയോ പോലീസ് സമീപിച്ചാൽ ജീവന് തന്നെ ഭീഷണി ഉണ്ടാകിക്കുന്ന ആശങ്ക അവർക്കുണ്ട്. തങ്ങളുടെ ജീവൻ മാത്രമല്ല, തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് പോലും അപകടമുണ്ടാകുമെന്ന ഭീതി അവരെ ചുറ്റിപ്പറ്റി സിനിമാ മേഖലയിൽ നിലനിൽക്കുന്നു. നടിമാരെ പരസ്യമായി സൈബർ ഇടങ്ങളിൽ അശ്ലീല ഭാഷയിൽ ആക്രമിക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ അശ്ലീല ചിത്രങ്ങൾ ഉൾപ്പെടെ പോസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി നാണം കെടുത്തുന്നു. അവരെ അത്തരത്തിൽ പോസ്റ്റ് ചെയ്യുന്ന അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. സിനിമയിലെ ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തിയാൽ അത് വലിയ റിസ്ക് ആണെന്ന് നടിമാർക്ക് കമ്മീഷന് മുമ്പാകെ തുറന്നു പറയേണ്ടി വരുന്നു. അത് പലപ്പോഴും ഈ മൊഴി നൽകുമ്പോൾ പോലും അവർ ആ ഭയത്താലാണ് കമ്മീഷന് മുമ്പാകെ മൊഴി നൽകാൻ പോലും ഇരുന്നത്. മോശമായ അനുഭവം ഉണ്ടായ ഒരു നടനിൽ നിന്ന് മോശമായ അനുഭവം ഉണ്ടായതിൻ്റെ പിറ്റേന്ന് അയാളുടെ ഭാര്യയായി അഭിനയിക്കേണ്ട സാഹചര്യം ഉണ്ടായ ഒരു നടി കരഞ്ഞുകൊണ്ടാണ് ആ അനുഭവങ്ങൾ കമ്മീഷന് മുമ്പാകെ വിവരിച്ചത്. തലേദിവസത്തെ മോശം അനുഭവം മാനസികമായി തകർത്തതിനാൽ ഒരു ഷോട്ട് എടുക്കുന്നതിന് 17 റീടേക്കുകൾ വേണ്ടി വന്നുവെന്ന് ആ നടി കമ്മീഷനോട് തുറന്നു പറയുന്ന അവസ്ഥയുണ്ടായി. സ്ത്രീകൾ സിനിമാ മേഖലയിലേക്ക് കടന്നു വരുന്നത് കലയോടുള്ള ആഭിമുഖ്യം കാരണമാണെന്ന വസ്തുത സിനിമാ മേഖലയിലെ പുരുഷന്മാർ മറക്കുന്നു. അവർക്കങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് നടിമാർ പരാതിപ്പെടുന്നു. അവർ പേരിനും പ്രശസ്തിക്കും പണത്തിനുമായാണ് എത്തുന്നത്. ഒരു അവസരത്തിനായി ഏത് പുരുഷനോടൊപ്പം കിടക്ക പങ്കിടും ആ സ്ത്രീ എന്ന ചിന്തയാണ് പൊതുവിൽ സിനിമാ മേഖലയെ അടക്കി ഭരിക്കുന്നത്. സിനിമാ മേഖലയിലെ ചില പുരുഷന്മാർ അത്തരം മനോഭാവം മാത്രമുള്ളവരാണ്. ഒരു പെൺകുട്ടി ചൂഷണത്തെ എതിർക്കുന്നയാളാണ് പിന്നീട് സിനിമയിലേക്ക് വിളിക്കാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചൂഷണങ്ങൾ നിശബ്ദമായി ഏറ്റുവാങ്ങേണ്ടി വരുന്നു. സമഗ്രമായ പുരുഷാധിപത്യമുള്ള മേഖലയായി മലയാള സിനിമ വ്യവസായം മാറിയെന്ന കുറ്റപ്പെടുത്തൽ ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായുണ്ട്. ഒരു മുതിർന്ന നടിയോട് നിങ്ങൾ എപ്പോഴെങ്കിലും ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് ഉണ്ടെങ്കിൽ തന്നെ പറയാൻ ചിലപ്പോൾ ഉണ്ടാകാം, അത് പറയാൻ ഭയമെന്ന് മുതിർന്ന നടി പോലും പറയുന്ന അവസ്ഥയുണ്ട്. സിനിമാ മേഖല നിയന്ത്രിക്കുന്നത് ക്രിമിനലുകളാണ്, മാഫിയകളാണ് എന്ന പരാമർശം ഒരു മുതിർന്ന നടൻ തന്നെ കമ്മീഷന് മുമ്പാകെ നടത്തിയിട്ടുണ്ട്. ഒരു കോക്കസ് ഉണ്ട്, ഒരു ലോബിയുണ്ട്. ആ ലോബിക്കെതിരെ ഒരു 15 അംഗ പവർഫുൾ സംഘമുണ്ട്. അവർക്കെതിരെ പരാതി പറഞ്ഞാൽ, അവർക്കെതിരെ ശബ്ദിച്ചാൽ മുതിർന്ന നടീനടന്മാരാണെങ്കിൽ പോലും സിനിമാ മേഖലയിൽ നിന്ന് പൂർണ്ണമായും പുറത്താക്കപ്പെടുന്ന സാഹചര്യം ഈ മേഖലയിൽ ഉണ്ട് എന്ന് പറയുന്നു. ലൈംഗിക ആവശ്യങ്ങൾക്ക് വഴങ്ങേണ്ടി വന്നുവെന്ന മൊഴി പല നടിമാരും നൽകിയിട്ടുണ്ട്. മറ്റൊരു മേഖലയിലും ഡോക്ടറോ എഞ്ചിനീയറോ അധ്യാപകരോ ഒക്കെ ആകാൻ അവിടേക്ക് ജോലി ലഭിക്കുന്നതിന് മുമ്പ് ലൈംഗിക താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കേണ്ട അവസ്ഥ മറ്റൊരു മേഖലയിലുമില്ല. എന്നാൽ സിനിമാ മേഖലയിൽ അത് ഉണ്ട് എന്ന് നടിമാർക്ക് പറയേണ്ടി വരുന്നു. കാസ്റ്റിംഗ് കൗച്ചിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ രക്ഷിതാക്കളെ കൊണ്ടുപോകേണ്ട അവസ്ഥയുണ്ട്. പരാതികൾ ആരും കേൾക്കാത്ത അവസ്ഥയുണ്ട്. പല അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും കോംപ്രമൈസുകൾക്കും തയ്യാറാകേണ്ടുന്ന സ്ഥിതിയുണ്ട്. നടിമാർ സിനിമാ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീകൾക്ക് അറിയാവുന്ന വാക്കുകളായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അഡ്ജസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ കോംപ്രമൈസും മാറിയെന്ന പരാതിയുണ്ട്. ഒരു പ്രമുഖ നടനെപ്പറ്റി സംസാരിച്ചതിന് യുവ ആർട്ടിസ്റ്റിനെ ഫീൽഡ് ഔട്ടാക്കിയ സാഹചര്യമുണ്ട്. മുതിർന്ന ചില നടന്മാർ കടന്നു വരുമ്പോൾ ലൈറ്റ് ബോയ്സ് ഉൾപ്പെടെയുള്ളവർക്ക് ആ ലൊക്കേഷനിൽ എവിടെയെങ്കിലും ഇരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ട്. ഇരുന്നാൽ അവരുടെ ജോലി അവരെ പറഞ്ഞുവിടുന്ന സ്ഥിതിയുണ്ട്. ഇത് സ്ത്രീകൾക്ക് മാത്രമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കപ്പുറത്തേക്ക് പുരുഷന്മാർക്ക് പോലും മുതിർന്ന നടന്മാർക്ക് പോലും വളരെ വലിയ ദുരനുഭവങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാകുന്നുണ്ട്. പ്രൊഡ്യൂസർമാർക്ക് അതായത് കൃത്രിമ നിർദ്ദേശം നൽകണം. സിനിമാ മേഖലയിൽ ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് അടക്കം പരിശോധിച്ചുകൊണ്ട് മാത്രമേ, അവരുടെ പശ്ചാത്തലം പരിശോധിച്ചുകൊണ്ട് മാത്രമേ അവരെ ജോലിക്കെടുക്കാവൂ നിർദ്ദേശം നൽകണമെന്ന ആവശ്യം ഇതിൻ്റെ ഭാഗമായുണ്ട്. പ്രാഥമിക സൗകര്യങ്ങൾ പോലും നടിമാർക്ക് സെറ്റുകൾ നിഷേധിക്കപ്പെടുന്നു. ടോയ്ലറ്റുകളിൽ പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ഒരു വസ്ത്രം മാറാൻ ഒരു തുണിയുടെ മറ പോലും ഇല്ലാത്ത സെറ്റുകൾ പൊതുവിലുണ്ട്, വ്യാപകമായുണ്ട്. ടോയ്ലറ്റുകളിൽ പോകണമെങ്കിൽ വലിയ ദൂരെ സഞ്ചരിച്ചു പോകണം. അവിടെ ഒരു തരത്തിലുള്ള സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥയുണ്ട്. സെറ്റുകളിൽ, തൊഴിലിടങ്ങളിൽ, യാത്രാമധ്യേ, താമസ സ്ഥലത്തൊക്കെ ലൈംഗികമായ ചൂഷണം അനുഭവപ്പെടുന്നുവെന്ന വിവരം അല്ലെങ്കിൽ അത്തരം പരാതികൾ സ്ത്രീകൾ ഉന്നയിച്ചിട്ടുണ്ട്. ലൈംഗിക താല്പര്യത്തോടെ സമീപിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു. മാത്രമല്ല ലഹരി ഉപയോഗം വലിയ രീതിയിൽ ഈ സെറ്റുകളിൽ ഉണ്ടാകുന്നു. വിചിത്രമായ ഒരു രീതിയാണ് മലയാള സിനിമയിൽ നിന്ന് ചിലർ മൊഴി നൽകുന്നു. 10 മുതൽ 15 പേർ ഉൾപ്പെട്ട പവർ ഗ്രൂപ്പാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നവർക്ക് അപ്രഖ്യാപിത വിലക്ക് വരുന്നു. ഒരു തരത്തിലുള്ള തൊഴിലവകാശങ്ങളും സംരക്ഷിക്കപ്പെടുന്നില്ല തുടങ്ങി വളരെ ഗുരുതരമായ ഗൗരവമുള്ള കണ്ടെത്തലുകൾ ഈ റിപ്പോർട്ടിലുണ്ട്. WCC രൂപീകരിച്ച ശേഷമാണ് സ്ത്രീകൾ കുറച്ചെങ്കിലും കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായത്. ഇത് പല കാര്യങ്ങളും അങ്ങനെ തുറന്നു പറയുമ്പോൾ എന്നിട്ടും ചിലർ ഫീൽഡിൽ നിന്ന് ഔട്ടായി പോയിരിക്കുന്നു. സിനിമ WCC പിന്മാറിയ ശേഷം ചിലർക്ക് സിനിമയിൽ അവസരങ്ങൾ ലഭിച്ച അനുഭവങ്ങൾ
പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞാൽ മലയാള സിനിമാ മേഖലയെ നാണം കെടുത്തുന്ന ഇത്ര അധികം ലൈംഗിക ഉദ്ദേശത്തോടുകൂടി സഹപ്രവർത്തകരെ സമീപിക്കുന്ന ആളുകളെയാണോ കേരളം ഇത്രയധികം ആരാധിച്ചത് എന്ന് പോലും സിനിമാ ആരാധകർക്ക് തോന്നിപ്പോകുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് റിപ്പോർട്ടിലുള്ളത്. സർക്കാരിൻ്റെ മുന്നിലാണ് റിപ്പോർട്ടുള്ളത്. നിരവധി നിർദ്ദേശങ്ങൾ ഇതിൻ്റെ റിപ്പോർട്ടിൻ്റെ ഭാഗമായി കമ്മീഷൻ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അത് നടപടിയെടുക്കേണ്ടത് സർക്കാരാണ്. മലയാള സിനിമ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുടനീളം ബഹുമാനിക്കപ്പെടുന്ന സിനിമാ മേഖലയാണ്. അത്രയധികം പ്രൊഫഷണലുകൾ, അത്രയധികം ബഹുമാനീയരായ താരങ്ങളും സാങ്കേതിക വിദഗ്ധരുമുള്ള മേഖലയാണ്. ആ സിനിമാ മേഖലയാണ് ഇന്ന് ഇത്തരത്തിൽ തലകുനിഞ്ഞ് നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ സർക്കാരിൻ്റെ ഇടപെടൽ വളരെ നിർണായകമാണ്. ഒരു കാര്യം കൂടി പറയാം. ഈ റിപ്പോർട്ടിൽ പറയുന്ന പുരുഷന്മാർ എന്ന് പറയുമ്പോൾ സിനിമാ മേഖല എല്ലാ പുരുഷന്മാരെയും കുറിച്ചല്ല ഈ റിപ്പോർട്ടിൽ പരാമർശമെന്ന് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. വളരെ മാന്യമായി സഹപ്രവർത്തകർ ഇടപെടുന്ന നടന്മാരും ടെക്നീഷ്യൻസും അതുപോലെ സംവിധായകരും നിർമ്മാതാക്കളും ക്യാമറ പേഴ്സണും ഒക്കെ സിനിമാ മേഖല ഉണ്ടെന്ന് പറയുന്നുവെങ്കിലും പൊതുവിൽ മലയാള സിനിമാ മേഖലയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന തീർത്തും അരാജകത്വം നിറഞ്ഞ പ്രവണതകൾ ചൂണ്ടിക്കാട്ടുന്ന റിപ്പോർട്ട് തന്നെയാണ് ഹേമ കമ്മീഷൻ. ആരുടെയും പേരെടുത്ത് പറഞ്ഞ വിമർശനത്തിൽ പോലും ചില സൂചനകൾ വളരെ വ്യക്തമായി തന്നെ ആളുകൾക്ക് മനസ്സിലാവുന്ന തരത്തിലാണ്. അത്തരം വളരെ പ്രധാനപ്പെട്ട ആളുകളിലേക്ക് വിരൽ വിമർശനം കൂടി ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായുണ്ട്. വരും ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന റിപ്പോർട്ടാണ്. ഒരുപാട് തിരുത്തലുകൾ ആവശ്യമുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ സർക്കാരിൻ്റെ മുന്നിൽ 5 വർഷങ്ങൾക്ക് മുമ്പ് സമർപ്പിക്കപ്പെട്ടതാണെങ്കിലും ഇപ്പോൾ ഇത് പുറത്തു വന്നതോടുകൂടി സർക്കാരിൻ്റെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുകയാണ്. എങ്ങനെ ഈ സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുമെന്നാണ് ഇനി കേരളം വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്.